അതിനു മുമ്പ് ഒരു കാര്യം, 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ ഞായറാഴ്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൻ കേട്ടില്ല? മകനാണല്ലേ? അതെ. പാപം, നല്ല പ്രായം. പന്നപ്പട്ടലെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് CBI ഒരു വശത്ത് നിങ്ങൾ വാ തുറക്കരുതെന്ന് പറയും, മറുവശത്ത് അവർ വാ തുറക്കണമെന്ന് നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? CBIയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ചെയ്തിരിക്കും. അതിനാണ് വന്നത്. അവസാനമായി ഒരവസരവും കൂടി തരാം. 4 വർഷം മുമ്പ് കണ്ടതല്ലേ അവരെ. തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ലാം ഈ വീട്ടിൽ വന്നതെന്ന്. പറയോ? പറയില്ല. കണ്ടിട്ട് ഞെട്ടലൊന്നും വേണ്ട. ഇത് ഞങ്ങളൊരു ടെക്നിക്കാ. സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും. കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്തത്. എനിവേ, അതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളെ അയച്ചോ നിങ്ങളാണെന്ന്. എന്തിനായിരുന്നു അത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹരിഹരനെ വിരട്ടാൻ വാസുവിനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. വാസുവിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. എന്തിനാ അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ, CBI തന്നെയാണ് അതിന് കാരണം. ആ വീടും പറമ്പും ഒക്കെ വിറ്റൊന്ന് സ്വസ്ഥമാകണം. അതിന് നിങ്ങളുടെ അന്വേഷണം ഒരു തടസ്സമാകും. അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടൊന്ന് വിരട്ടി, അത്ര തന്നെ. CBIക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല, കച്ചവടം മുടക്കാനും നടത്താനും. അതിലും കഷ്ടമാണ് ചില സമയത്ത്. അട്ടയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കും. ജന്മത്ത് പിടിവിടുകയില്ല. മിസ്റ്റർ കൃഷ്ണൻ നായർ, നിങ്ങളിവിടെ നിൽക്കുന്നത് അണിമംഗലത്തെ മാടമ്പിയായിട്ടോ ഡോക്ടറായിട്ടോ അല്ല. യു ആർ എ സസ്പെക്ട്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കം ഓൺ, ടെൽ മീ, എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്? വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റു മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ CBI അതിനൊരു തടസ്സമാകരുതെന്ന് കരുതി. ഗുണ്ടകൾ ഹരിഹരനെ വിരട്ടുന്നത് 4 വർഷം മുമ്പാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് കാപ്പർ വരുന്നതും വീട് വിൽക്കാൻ പറയുന്നത്, അല്ലേ? 4 വർഷം മുമ്പ് ദിവ്യ ദൃഷ്ടിയിൽ തോന്നിയോ കാപ്ര വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നും ഒക്കെ? ഓക്കെ, ഡോക്ടർ പറയുന്നതൊക്കെ സമ്മതിച്ചു. CBI കച്ചവടം മുടക്കികൾ പ്രശ്നക്കാർ, അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു. അതന്ന്. ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇപ്പൊ ഏത് CBI വിരട്ടനായി ഡോക്ടർ സാർ നേരിട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? പറയൂ ഡോക്ടറെ. ഉത്തരം കിട്ടില്ല. സത്യം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം. ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം? മിസ്റ്റർ കൃഷ്ണൻ നായർ, മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ അന്ന്, ഫ്രം ദ ഡേ 1, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്ന്. മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ്. ഒരു വീട്ടിൽ ഒരേപോലെ 2 മരണങ്ങൾ. അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും, അന്വേഷണമുണ്ടാവും. അന്വേഷണമുണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നുവോ അവർ കുടുങ്ങും. അതുകൊണ്ടാണ് മൈഥിലിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ ബന്ധം മനസ്സിലായോ? ഇനി പറയും, ഉഷ എങ്ങനെയാ മരിച്ചത്? ഹാർട്ട് അറ്റാക്ക്. എന്തോ കണ്ട് ഭയന്ന് വീണ ഉഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ച പിന്നെ അറ്റാക്ക് ഉണ്ടായത്. മരിച്ച നാഷണൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ? അതെ. നമ്മളല്ലേ എന്റെ ഓണർ? അതെ. ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അവരെ ചികിത്സിച്ചത്? അല്ല, അതെ. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ്സോ കേസ് ഷീറ്റോ ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ പോയത്? എന്ത് സംഭവിച്ചു ആ റെക്കോർഡ്സിന്? ആര് മുക്കി? അവർ ഏത് രീതിയിൽ മരിച്ചാലും ശരി, there is a mystery behind it and you know that. Tell me, അവരെങ്ങനെയാ മരിച്ചത്? ഒരു കയ്യബദ്ധം, മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു പോയി സാർ. എന്ത് കയ്യബദ്ധം? പെട്ടെന്ന് അവർക്കൊരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു. അത് നോർമലാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊടുത്ത ഇഞ്ചക്ഷൻ നേരിട്ട് ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന ഇഞ്ചക്ഷൻ. ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. പിന്നീട് അത് മനസ്സിലായത്. താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും. അത് ഭയന്ന് തന്നെയാണ് ഗുണ്ടകളെ അയച്ചതും റെക്കോർഡുകൾ നശിപ്പിച്ചതും. ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിലുള്ളത് ഉഷയുടെ ആത്മാവാണെന്ന്.
ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ തക്ക പരിഹാരം ചെയ്ത് ആ ആത്മാവിന് മോക്ഷം കൊടുക്കാലോ എന്ന് കരുതിയ. ഡോക്ടർ ബാബു പറഞ്ഞതാ ശരി. അതെ, അല്ലാതെ യാതൊരു ലാഭേച്ഛയില്ല. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ പറയാം ലാഭമോ നഷ്ടമോ എന്ന്. ഭയന്നുള്ള 2 മരണങ്ങൾ ഇതിനോടകം അണിമംഗലത്ത് നടന്നു കഴിഞ്ഞു. അതെ സർ. ഉഷ ആശുപത്രി വെച്ച്, മൈഥിലി വീട്ടിൽ വെച്ചും. പിന്നെ നമ്മളെ ഭയപ്പെടുത്താനുള്ള ശ്രമം വേറെയും. അല്ല ചാക്കോ, വേലു ഇപ്പൊ പഴുത്ത് കാണുമോ? പിന്നെ മണം എനിക്ക് ഇവിടെ അടിക്കുന്നുണ്ട് സർ. വേലുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വീടൊന്ന് പരിശോധിക്കണം. പ്രിഫറബിളി അണിമംഗലത്ത് ആരും ഇല്ലാത്തപ്പോ. വേലുവിനെ CBI സംശയിക്കുന്നു എന്ന് തൽക്കാലം പുറത്താരും അറിയണ്ടല്ലേ സർ? യെസ്. എല്ലാ മാസവും 3-4 ദിവസവും അടുപ്പിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട് സർ. എങ്കിൽ അതാണ് പറ്റിയ സമയം. ഇതേതോ തിരുവാഭരണമാണല്ലോ. ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ. കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരെ തന്നെ കാണിക്കണം. ഈ മാലയും കൊണ്ട് തിരുമേനി ഒന്ന് എന്റെ കൂടെ വരേണ്ടി വരും. വരാൻ വിരോധമില്ല, പക്ഷെ മാനേജർ അനുവദിക്കണം. ഒരു റിക്വസ്റ്റ് തന്നാ കൊടുത്തേക്കാം സർ. രക്ഷസ് നിവേദിച്ച പായസം ഉണ്ട്, ലേശം എടുക്കട്ടെ. ആവോ? വേണ്ട, ഷുഗർ ഉണ്ടാവും. എനിക്കില്ല. തിരുമേനിക്കോ? അതേ ഉള്ളൂ. ലേഡീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ചാക്കോ സർ. ഒന്ന് സഹായിക്കുന്നേ. ആർക്കാ സർ? വൈഫിനല്ലാതെ ആർക്കാ? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വിക്രം എന്തെങ്കിലും വാങ്ങിക്കുന്നോ? വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ വൈഫിന്റെ ബർത്ത്ഡേ? സെപ്റ്റംബർ, ഒക്ടോബർ, ഓർമ്മയില്ല. ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് ബില്ല് ചെയ്തേ. പ്ലീസ് കം സർ. തിരുമേനി, ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിവരുടെ അമ്പലത്തിലെ തിരുവാഭരണ. ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല. ഇത് ഒറിജിനൽ 916 ക്വാളിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് സംശയം തീർക്കാം. കൃഷ്ണൻ, ഇതൊന്ന് നോക്കി കൊടുക്കൂ. സർ, ഇത് തനി സ്വർണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യുവർ 916 തന്നെയാണെന്ന്. ഇനിതാ ഇതൊന്ന് നോക്കിയ സ്വാമി. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വെറും പിച്ചള. പക്ഷെ കാണാൻ ഒരേ മാതിരിയുണ്ട്. അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ്. കപ്പിനും ചുണ്ടിനോടൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലുവിന് ഒറിജിനൽ കിട്ടാതെ പോയത്. ആരായി ഡ്യൂപ്ലിക്കേറ്റ് വേലുവിന് കൊടുത്തത്? സർ, ഇത് ടെമ്പിൾ ജ്വല്ലറി പെട്ടതല്ലേ? ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ SAR എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം. കൃഷ്ണ, അതൊന്ന് നോക്കൂ. കൊല്ലവർഷം 1104 ആണ്ട്.
76 വർഷം പഴക്കമുണ്ട്. കുഴിക്കാവില് ഒരു SAR ജ്വല്ലറി ഉണ്ട്. വളരെ പഴക്കമുള്ള കടയാണ്. ഒരു പത്മനാഭൻ ആചാര്യ അതിന്റെ ഉടമസ്ഥൻ. ഉദ്ദേശം ഇതിന് എന്ത് വില മതിക്കും? തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമയ്ക്കാ വില, കൂടാതെ ഈ രത്നങ്ങളുടെ വില. കറക്റ്റ് ബയ്യറാണെങ്കിൽ 60-70 ലക്ഷം വരെ കിട്ടാം. എന്താ? ആചാര്യോട് ഒരു വട്ടം സംസാരിക്കാനുണ്ട്. ഇരിക്കുക. ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത്? പഴയ ആഭരണങ്ങള് പലരിൽ നിന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇത് അണിമംഗലത്തില്ലേ? അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില്. ഹൈ, അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം. ഞാൻ കീശാന്തി. കാര്യകാരണം ഒന്നും തിരക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഈ ഏർപ്പാടിന് വന്നത്. ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല. എനിക്ക് കച്ചവടം മുഖ്യം. എന്ത് വില കിട്ടും? തൂക്കവും മാറ്റും നോക്കാതെ ഞാനൊരു വില പറയാം. 15 ലക്ഷം. ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പൻ പണിതത് കൊണ്ടാ. അല്ലെങ്കിൽ 10 കൂടില്ല. വില പേശണില്ല, 25 കിട്ടണം. 25? 17? അതിൽ കൂടുതലാണെങ്കിൽ വേണ്ട. 20 അതിൽ കുറഞ്ഞാ പറ്റില്ല. ഇട്ടിയാസു പോകാം. ഇരിക്കു തിരുമേനി, ഇരിക്കേ. 20 പണം എപ്പോഴാ വേണ്ടത്? എത്ര വേഗാച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ? ഒറിജിനൽ പോലെ ഇരിക്കണം, ഡ്യൂപ്ലിക്കേറ്റും. ഇതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചോളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട. ഇത് എന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ. ഓ, കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി. വരൂ, കയറിക്കോളൂ. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലും തോൽക്കും. അത് തോന്നിയാ മതി. ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഒറിജിനൽ എവിടെ? കൊടുക്കുക. ഞങ്ങളൊരു 4-5 പേർ കൂടെ സ്ഥലം കാണുമോ? ആരാ? എന്തു വേണം? എനിക്ക് തന്നെ വേണം. വളരെ നന്ദിയുണ്ട്. തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കൈയും കളവിടെ പിടിക്കാനും പറ്റില്ലായിരുന്നു, തെളിവും കിട്ടില്ലേ. ചാക്കോ സർ, തിരുമേനിമാർ ഇങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ കുടലോട് അങ്ങ് കൊണ്ടുപോകായിരുന്നു. ഇയാളെ അറിയുമോ? ഇയാളെയാണോ അന്ന് രാത്രി അണിമംഗലത്ത് വെച്ച് കണ്ടത്? അതെ സാർ. വരൂ. വേലു വലിയ കാളി ഭക്തനാണല്ലേ? ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും, അല്ലേ വേലു? സാരക്കുമുണ്ട് നെറ്റിയിൽ. ഞാൻ ചെറിയ ഭക്തൻ. വേലുവിന് കാപ്പി ചായ ഒന്നുമേ വേണ്ട സാർ, താങ്ക്സ്.